ചോദ്യം, ദേർ കംസ് പപ്പ എന്ന പെയിൻറ്റിംഗ് ആരുടേതാണ്? ഉത്തരം, രാജാ രവിവർമ്മ. ചോദ്യം, ഇന്ത്യയുടെ ചില പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ ചേർക്കുന്നു. ആരോഹണക്രമത്തിൽ അഥവാ കാലക്രമ പട്ടികയിൽ എഴുതുക. നമുക്കിവിടെ 4 തന്നിട്ടുണ്ട്. ഇതിൽ ഒന്നാമത് വരുന്നത് കാർഷിക വികസനം, രണ്ടാമത് വരുന്നത് ദ്രുതഗതിയിലെ വ്യവസായവൽക്കരണം, മൂന്നാമത് വരുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, നാലാമത് വരുന്നത് സമഗ്ര വളർച്ച. ചോദ്യം, ഭരണഘടനയുടെ 352 വകുപ്പ് പ്രയോഗിക്കുന്നത് എന്തിനാണ്? ഉത്തരം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ. ചോദ്യം, DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം എഴുതിയതാര്? ഉത്തരം, റേച്ചൽ കേഴ്സൺ. ചോദ്യം, സിമ മണ്ഡലത്തിൻ്റെ ഉപരിതലത്തിലൂടെ വൻകരകൾ ഉൾപ്പെടുന്ന സിയാൽ മണ്ഡലം തെന്നിമാറുന്നു. ഈ പ്രസ്താവന ഏത് സിദ്ധാന്തം? ഉത്തരം, വൻകര വിസ്ഥാപന സിദ്ധാന്തം. ചോദ്യം, ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ ഏത്? ഉത്തരം, 1951. ചോദ്യം, ഇന്ത്യയുടെ രത്നം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ഏത് സംസ്ഥാനത്തെയാണ്? ഉത്തരം, മണിപ്പൂർ. ചോദ്യം, ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം, ഫാഗോസൈറ്റോസിസ്. ചോദ്യം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ്? ഉത്തരം, കോഴിക്കോട്. ചോദ്യം, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതാര്? ഉത്തരം, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ചോദ്യം, മാർബിൾ ഏതുതരം ശിലയ്ക്ക് ഉദാഹരണമാണ്? ഉത്തരം, കായാന്തരിത ശില. ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവാര്? ഉത്തരം, ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ചോദ്യം, മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏത്? ഉത്തരം, ഡ്യൂട്ടീരിയം. ചോദ്യം, കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമേത്? ഉത്തരം, ലഹോർ സമ്മേളനം. ചോദ്യം, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നതാര്? ഉത്തരം, ഗോപാലകൃഷ്ണ ഗോഖലെ. ചോദ്യം, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നതേത്? ഉത്തരം, ചമ്പാരൻ സത്യാഗ്രഹം. ചോദ്യം, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ മടങ്ങിയെത്തിയത് ഏത് വർഷം? ഉത്തരം, 1915.